ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. നല്ല നാടൻ രീതിയിലുള്ള മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാം. സൂപ്പ് തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിത് ആട്ടിൻ്റെ 4 കാലാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ ഒരു മൺചട്ടിയിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ അതിലേക്ക് ഞാനിതാ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതാ 3 കറാമ്പൂവും 3 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1.5 സ്പൂണ് ചെറിയ ജീരകം, 1.5 സ്പൂണ് വലിയ ജീരകം, 2 സ്പൂണ് മല്ലി, 2 സ്പൂണ് കുരുമുളക് ഇതും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ഇത്തിരി തരിപ്പോട് കൂടിയിട്ട് ഇതാ കണ്ട ഇതേപോലെയാണ് ഇട്ടാ പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഇതാ ഈ പൊടിച്ചത് നമുക്ക് ഈ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായി ഇതാ അതേ ജാറിൽ തന്നെ കുറച്ച് ഐറ്റംസും കൂടെ ചതച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടി ഇതാ കുറച്ച് അധികം ചെറിയ ഉള്ളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ജാർക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതാ ഇത്ര പോരം ഇഞ്ചും ഇത്ര പോരം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അല്ലാതെ പേസ്റ്റ് ആക്കിയിട്ട് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. അങ്ങനെ ഇതാ ഇത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ നമുക്ക് സൂപ്പിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേക്കണ്. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് അധികം നേരം ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ഈ ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ട് കുറച്ചധികം നേരം ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. കുക്കറിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. എന്നാലാണ് നമുക്ക് സൂപ്പ് നല്ല പാകത്ത് വേവായി വരുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ തീയൊക്കെ നല്ലോണം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ കുറച്ചധികം നേരം വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഇതാ ഞാനിതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ സൂപ്പൊക്കെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കേണ്ടതും കൂടെ ഉണ്ട്. അതിനു വേണ്ടി ഞാനിതാ കുറച്ചധികം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതാ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതാ ഇതേപോലെ ആയാൽ മതി കേട്ടോ. അപ്പം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സൂപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഇതാ നമ്മളെ മട്ടൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള ഈ മട്ടൻ സൂപ്പ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി. അതേപോലെ തന്നെ ഇന്നത്തെ മട്ടൻ സൂപ്പിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.